ഹായ് ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ ജിമ്മിൽ പുതുതായിട്ട് ചേർന്നവർക്ക് ഒരു ഡയറ്റ് ടിപ്സ് കൊടുക്കാനുണ്ട്. നമ്മുടെ മസിൽ മാസ് പോകാതെ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ബേൺ ആകാനുള്ള ഒരു ടിപ്സ്. ഡയറ്റ് പ്ലാൻ അല്ല, ടിപ്സ്. ഡയറ്റ് പ്ലാൻ തരാൻ കേട്ടോ, അടുത്ത വീഡിയോയിൽ ഡയറ്റ് പ്ലാൻ കൃത്യമായിട്ട് തരാം. ഒന്നാമത്, ഡോണ്ട് ഈറ്റ് ഔട്ട്സൈഡ് ഫുഡ്. പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. എന്നുവെച്ചാൽ പുറത്തുനിന്നുള്ള ഫുഡിന് നല്ല ടേസ്റ്റ് ആയിരിക്കും, കൂടുതൽ കഴിക്കും. അതല്ലെങ്കിൽ നമുക്കൊരു വെറൈറ്റി ഉള്ളൊരു സ്ഥലത്തൊക്കെ ചെന്നാൽ നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കും, ഒത്തിരി ഫുഡ് ചേരും. പിന്നെ ചില ഹോട്ടലിലൊക്കെ എന്താണ് എണ്ണ, എങ്ങനെയാണ്, അത്ര നല്ലതാണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. രണ്ടാമത്, നമ്മൾ വീട്ടിലാണെങ്കിലും ഒത്തിരി ഗ്രേവി വാല ഫുഡ് ഒഴിവാക്കുക. ഗ്രേവി കൂടുന്തോറും നമ്മൾ ചാറൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കൂടുതലുണ്ടാകും, ചപ്പാത്തി കൂടുതലൊക്കെ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ ഗ്രേവി വാല ഫുഡ് ഒഴിവാക്കുക. റീപ്ലേസ് ഷുഗർ വിത്ത് സ്റ്റീവിയ. ഷുഗർ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നവർ ഒഴിവാക്കുക, പറ്റിയല്ലാത്തവർ സ്റ്റീവിയ, അതായത് നമ്മൾ മധുര തുളസി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഉണക്കി പിടിച്ച് അതിന്റെ ഇല ഇടയ്ക്ക് പഠിക്കുക, അല്ലെങ്കിൽ ആമസോണിൽ മേടിക്കാൻ കിട്ടും സ്റ്റീവിയ, SEVIA, സ്റ്റീവിയ കേട്ടോ. അടുത്തത്, റീപ്ലേസ് സീഡ് ഓയിൽ ടു ഗീ, ബട്ടർ, കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിലോ ബട്ടറോ ഉപയോഗിക്കുക, സീഡ് ഓയിൽ ഒഴിവാക്കുക. വെളിച്ചെണ്ണയും നെയ്യും കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ വരും, കൊളസ്ട്രോൾ വന്ന് ചത്തുപോകും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒഴിവാക്കുക. അതുപോലെ നമ്മൾ പിന്നെ ഡു നോട്ട് ഡ്രിങ്ക് സോഡ, ജ്യൂസ്, കോക്ക്. കാർബോ കൂടുതലുള്ള സോഡയും കോക്കും ഒഴിവാക്കുക. ജ്യൂസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ പഴം അകത്താകും. പഴം എന്ന് പറയുന്നത് കാർബോയാണ്, ഗ്ലൂക്കോസ് ലെവൽ നമ്മുടെ ശരീരത്തിൽ കൂട്ടുന്നതാണ്. അപ്പം ഒരു പഴം കഴിക്കുകയല്ല, ജ്യൂസ് ആകുമ്പോഴത്തേനും നമുക്ക് എണ്ണം കൂടും. കുക്ക് പ്രോട്ടീൻ വിത്ത് ഫാറ്റ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട, ഇറച്ചി. അത് നമുക്ക് ഫാറ്റ് ഉപയോഗിച്ച് തന്നെ മുട്ട ഉണ്ണി കൂട്ടി കഴിക്കുക. നമ്മൾ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കിടക്കുന്ന നെയ്യ് കളയാതിരിക്കുക. വെളിച്ചെണ്ണയും ആവശ്യത്തിന് നെയ്യും ഒഴിച്ച്, കൂടുതലും വേണ്ട കുറവും വേണ്ട, ഒഴിച്ച് നമ്മൾ പാചകം ചെയ്യാൻ ശീലിക്കുക. പിന്നെ രണ്ടാമത്, മുട്ടയുടെ ഉണ്ണി കഴിച്ചിട്ടുണ്ടെങ്കിൽ അസുഖം പിടിക്കും എന്നുള്ള തെറ്റായ ധാരണ മൊത്തമായിട്ട് ഒഴിവാക്കുക. ഉണ്ണി കൂട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യവും രോഗപ്രതിരോധ ശക്തിയും മസിൽ ഗ്രോത്തും ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കും, അതും മനസ്സിലാക്കുക. ഇൻക്രീസ് യുവർ പ്രോട്ടീൻ ഇൻടേക്ക് ബൈ 10 gram എവറി വീക്ക്. അതായത് നമ്മൾ ഇന്ന് ഒരു മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച 2 മുട്ട കഴിക്കാൻ ട്രൈ ചെയ്യുക, അതിന്റെ അടുത്ത ആഴ്ച 3 ആക്കുക. ഈ പ്രോട്ടീൻ മുട്ട അല്ലെങ്കിൽ ഇറച്ചി, കോഴിയുടെ ഇറച്ചി കൂട്ടുക. പ്രോട്ടീൻ കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാർബോ ഓട്ടോമാറ്റിക്കലി നിന്ന് പോകും. ചോറ് കഴിക്കാതിരിക്കാൻ പറയണ്ട. നമ്മൾ പ്രോട്ടീൻ കൂടി വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ അളവ്, കാർബോയുടെ അളവ് നമ്മൾ കുറയ്ക്കും. വിശപ്പ് നിൽക്കും, നമ്മൾ തെരുതെരെ വിശക്കുന്നത് മാറും. നമ്മൾ കൂടുതൽ സമയം കഴിക്കുന്നത് ഒഴിവാകും. അപ്പം പ്രോട്ടീന് എടുക്കുക. ശരീരത്തിന് ആവശ്യം പ്രോട്ടീനാണ്, കാർബോ അല്ല. തെളിവ്, കാർബോ എത്ര കഴിച്ചോ വെറുതെ അവിടെ ഇവിടെ കൊണ്ടുപോയി സ്റ്റോർ ആക്കി വലിയ വയറാക്കും, താടിയുടെ അടിയിലൊക്കെ കൊഴുപ്പാക്കും, കയ്യില് കാലയിൽ എല്ലായിടത്തും ശരീരം സ്റ്റോർ ചെയ്ത് വെക്കുകയുള്ളൂ. അതാണ് അതിന്റെ തെളിവ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തതുകൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്. ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ശരീരം അതെടുത്ത് ചിലവാക്കിയാണ്. അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ അത് നമ്മൾ കാർബോ കഴിക്കാതിരിക്കാനുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുക എന്നുള്ളത്. ഈറ്റ് പ്രോട്ടീൻ ഫസ്റ്റ് ഇൻ യുവർ മീൽസ്. നിങ്ങളുടെ ചപ്പാത്തിയും ചിക്കൻ കറിയാണ്, ചപ്പാത്തിയും മുട്ടക്കറിയാണ്, ചോറും ചിക്കനുമാണ്, ചോറും മുട്ടക്കറിയാണ്, ആദ്യം ചിക്കൻ കറി മാത്രം എടുത്ത് കഴിക്കുക, ആദ്യം മുട്ട മാത്രം എടുത്ത് കഴിക്കുക. എന്നിട്ട് നിങ്ങൾ ചോറുണ്ടാവും, ബാക്കി കഴിക്കും. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആ മുട്ടയൊക്കെ തീർന്നതുകൊണ്ട് ചോറ് കഴിക്കുമ്പോഴത്തേനും വലിയ രുചി കാണില്ല, കുറച്ചേ കഴിക്കുകയുള്ളൂ. രണ്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്, പ്രോട്ടീൻ ശരീരത്തിലേക്ക് കൂടുതൽ ആഗിരണം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ടയേർഡ് ആണെങ്കിൽ ഡ്രിങ്ക് സോൾട്ട് വാട്ടർ. ഇപ്പൊ ഉപ്പുവെള്ളം, നിങ്ങൾ ഇച്ചിരി മടുത്തൊക്കെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ ഒരു ഇത്തിരി ഉപ്പുവെള്ളം കുടിക്കുക. രാവിലെ ഒരു സ്വല്പം ഉപ്പുവെള്ളം കുടിക്കുക. ഉപ്പുവെള്ളം കുടിക്കാൻ പറ്റിയല്ലാത്തവർ ഒരു ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞ് ഉപയോഗിച്ച് കുടിക്കുക. ഇതിന്റെയൊക്കെ കാരണം എന്താണ് അടുത്ത വീഡിയോകളിൽ കൃത്യമായിട്ട് പറയാം. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. ഓക്കെ, ബൈ.